ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഗ്രൂപ്പ് ഡി എക്സാമിന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ PYQസുമാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് നേരിട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ മോഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് സ്റ്റോൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് നമ്മളൊരു സ്റ്റോൺ താഴേക്ക് ചുമ്മാ ഡ്രോപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു മരത്തിൽ നിന്ന് ഒരു പഴം ഞെട്ടിട്ട് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചലനം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ചലനമാണ് എന്നാണ് ചോദ്യത്തിൽ ഉള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്തണം. അപ്പം നമ്മൾ ചലനങ്ങളെ പൊതുവെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫോം മോഷൻ എന്നും രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നോൺ യൂണിഫോം മോഷൻ എന്നുമാണ്. നോൺ യൂണിഫോം മോഷൻ. യൂണിഫോം, നമ്മൾ യൂണിഫോംസിനെ പറ്റി പറയാറുണ്ട് അല്ലേ, എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള യൂണിഫോം എന്ന് പറയാറുണ്ട്. യൂണിഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെയിം എന്നാണ്. അപ്പം യൂണിഫോം മോഷനിൽ എന്താണ് സെയിം ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിഫോം മോഷനിലുള്ള വസ്തു എന്തായിരിക്കും ചെയ്യുക? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും കവർ ചെയ്യുക. ഇപ്പോൾ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, തുല്യ സമയത്തിൻ്റെ ഇൻ്റർവെല്ലുകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചലനത്തെയാണ് നമ്മൾ സമചലനം അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു വസ്തു സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ പോയിന്റിൽ നിന്ന് അയാൾ ബിയിലേക്ക് എത്തി. എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ അയാൾ ഏകദേശം 10 മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. അയാൾ എടുത്ത സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. ഇനി ബിയിൽ നിന്ന് അയാൾ സിയിലേക്ക് പോവുകയാണ്. ബിയിൽ നിന്ന് സിയിലേക്കും ഏകദേശം 10 മീറ്റർ ദൂരമുണ്ട്. ഇതേ സമയം 2 സെക്കൻഡ് സമയം കൊണ്ട് തന്നെയാണ് അയാൾ സിയിലേക്ക് എത്തുന്നത്. അപ്പോൾ എ മുതൽ ബി വരെയുള്ള അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത്, സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ 10/2 5 മീറ്റർ പെർ സെക്കൻഡാണ് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ അയാൾ എടുത്ത സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ, ബിയിൽ നിന്ന് സിയിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അല്ലെ, ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണ്. അപ്പോൾ 10/2 ഇവിടെയും 5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. സ്പീഡിൻ്റെ വാല്യൂ യൂണിഫോം മോഷനിൽ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സ്പീഡ് ചേഞ്ച് ചെയ്താൽ മാത്രമേ ആ വസ്തുവിന് എന്തുണ്ടാവുള്ളൂ? ത്വരണം ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്പീഡ് ചേഞ്ച് ചെയ്താലേ ആ വസ്തുവിന് ത്വരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ യൂണിഫോം മോഷൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓർത്ത് വെക്കുക, യൂണിഫോം മോഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം എന്താ? അവിടെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല സമയത്തിനനുസരിച്ച്. അതേസമയം നോൺ യൂണിഫോം മോഷൻ്റെ കേസിൽ അവിടെ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അൺഈക്വൽ ഡിസ്റ്റൻസ്, തുല്യ ദൂരമല്ല, അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം തന്നെയാണ്, പക്ഷേ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അതാണ് നോൺ യൂണിഫോം മോഷൻ്റെ പ്രത്യേകത. അതായത് ഒരു വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് എത്താനായിട്ട് 10 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അയാൾ എടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡ് തന്നെയാണ്. എന്നാൽ ബിയിൽ നിന്ന് സിയിലേക്ക് എത്താനായിട്ട് അയാൾ ഏകദേശം 20 മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ ഈ സമയം സെയിം ആണ്, 2 സെക്കൻഡ് സമയം കൊണ്ടാണ്. അപ്പോൾ എ മുതൽ ബി വരെയുള്ള അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 10/2 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി ബി മുതൽ സി വരെയുള്ള അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 20/2 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് ഇരട്ടിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്പീഡ് മാറുന്നുണ്ട്, സ്പീഡ് കോൺസ്റ്റന്റ് അല്ല യൂണിഫോം മോഷൻ പോലെ. അപ്പോൾ സ്പീഡ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. സ്പീഡ് എന്ന് പറയുന്നത് എന്തല്ല? കോൺസ്റ്റന്റ് അല്ല, ഒരു വേരിയബിൾ ആണ്, മാറുന്നുണ്ട്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാറുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചലനത്തിൽ ഒരു ആക്സിലറേഷൻ ഉണ്ടാകും. ആക്സിലറേഷൻ്റെ ഒരു മൂല്യം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഒരു വസ്തു ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് താഴേക്ക് വീഴുന്നു, അല്ലെങ്കിൽ ഒരു മരത്തിൽ നിന്ന് ഞെട്ടറ്റ് വീഴുന്നു എന്ന് പറഞ്ഞാൽ ഭൂമി അയാളുടെ ഗുരുത്വാകർഷണ ബലം വഴി അയാളെ താഴോട്ടേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സെക്കൻഡിലും അയാൾ അൺഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും സഞ്ചരിക്കുന്നത്. എന്ന് വെച്ചാൽ അയാളുടെ സ്പീഡ് കൂടി വരുന്നുണ്ട് അല്ലേ. താഴോട്ടേക്ക് എത്തുമ്പോഴേക്കും അയാൾ മാക്സിമം സ്പീഡിലായിരിക്കും.
എന്ന് വെച്ചാൽ അവിടെ ഒരു ആക്സിലറേഷൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ആ ആക്സിലറേഷൻ കൊടുക്കുന്നത് നമ്മുടെ ഭൂമിയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറയും. ജി 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് അല്ല, സ്പീഡ് മാറുന്നുണ്ട്. അതിനാൽ തന്നെ ഇങ്ങനെ ഫ്രീലി ഫോളിങ് സ്റ്റോൺ, ഫ്രീലി ഫോളിങ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതെങ്ങനെയുള്ള മൂവ്മെന്റ് ആയിരിക്കും. നോൺ യൂണിഫോം മോഷൻ ആയിരിക്കും. നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. മോഷൻ വിത്ത് സീറോ ആക്സിലറേഷൻ അല്ല, ആക്സിലറേഷൻ ഉണ്ട്. ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. കോൺസ്റ്റന്റ് സ്പീഡ് അല്ല. കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിൽ അത് യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷൻ അല്ല. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കൺസെപ്റ്റ് പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എ കാർ മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദ്യം. അപ്പോൾ ഗ്രാഫുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആദ്യം ഗ്രാഫുകളുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം? ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് 2 ആക്സിസുകളാണുള്ളത്. ഓക്കെ, ഒന്നിങ്ങനെ തിരശ്ചീനമായിട്ടുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസ് ഉണ്ട്, ഒന്ന് വെർട്ടിക്കൽ ആയിട്ടുള്ള കുത്തനെയുള്ള ആക്സിസ് ഉണ്ട്. ഈ തിരശ്ചീനമായിട്ടുള്ള ആക്സിസിനെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സിസിനെയാണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനിങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് എങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വേണമെങ്കിലും പ്ലോട്ട് ചെയ്ത് വരച്ച് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഗ്രാഫുകളെ നമ്മൾ സയൻസിലും മാത്സിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് ഞാനിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനൊരു വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്ന് അയാൾക്കൊരു ചെരിവുണ്ട് എന്ന് നമ്മൾ പറയും. ആ ചെരിവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചെരിവിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആക്സിസിൻ്റെ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട്, ഒരു ഗ്രാഫ് വരച്ച് ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വൈ ആക്സിസിൽ എന്താണോ ഉള്ളത് അതിനെ എക്സ് ആക്സിസിലുള്ള ആളുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ എക്സ്. വൈ ആക്സിസിൽ എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ ഉള്ളത് അതിനെ എക്സ് ആക്സിസിലുള്ള ക്വാണ്ടിറ്റിയുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ഇയാൾ എക്സ് ആക്സിസുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, തീറ്റ എന്ന് പറയും. തീറ്റ ഒരു ആംഗിൾ, അത് എത്ര വേണമെങ്കിലും ആവാം. 15 ഡിഗ്രിയോ 20 ഡിഗ്രിയോ 30 ഡിഗ്രിയോ എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ തീറ്റ കൂടുന്നതിനനുസരിച്ച്, ഈ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം സ്ലോപ്പിൻ്റെ വാല്യൂം കൂടുന്നുണ്ട്. ആംഗിൾ കൂടുന്നതിനനുസരിച്ച് സ്ലോപ്പിൻ്റെ വാല്യൂം കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി സ്ലോപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗ്രാഫുകളെ തരംതിരിക്കാനായിട്ട് സാധിക്കും, ഗ്രാഫുകളുടെ ഷേപ്പുകൾ തരംതിരിക്കാനായിട്ട് സാധിക്കും. അതിലേക്ക് പോകാം. അപ്പോൾ ബേസിക് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഓരോ ഗ്രാഫിൻ്റെ ഷേപ്പുകൾ നമുക്ക് നോക്കാം. സോ ഞാനിവിടെ ഒരു ഗ്രാഫ് വരച്ചു. ഈ ഗ്രാഫിൽ വൈ ആക്സിസ് എക്സ് ആക്സിസ് മാർക്ക് ചെയ്തു. ഇങ്ങനൊരു രേഖ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഞാൻ വരച്ചു. അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെയുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ സ്ലോപ്പായിട്ട് എന്താണോ നമുക്ക് കിട്ടുന്നത് അതെന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും, ഒരു സെയിം വാല്യൂ ആയിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പുള്ള ഗ്രാഫാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അടുത്ത ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്ക് നോക്കാം. ഒരു ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരച്ചു. ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. നേരത്തെ പോലെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇതിങ്ങനെ പോകുന്നുണ്ട്, കുത്തനെയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കില്ല, സ്ലോപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സ്ലോപ്പ് ഈസ് വേരിയബിൾ എന്ന് പറയും. സ്ലോപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്ലോപ്പ് ഈസ് വേരിയബിൾ. ഈ തവണ എന്തല്ല, കോൺസ്റ്റന്റ് അല്ല, സ്ലോപ്പ് എന്ത് ചെയ്യാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്, വേരിയബിൾ ആണ്. ഇനി അടുത്ത ടൈപ്പ് ഗ്രാഫ് എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. വൈ ആക്സിസ് എക്സ് ആക്സിസ് മാർക്ക് ചെയ്തു. ഇനി ഇങ്ങനൊരു ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഈ ഷേപ്പ് ശ്രദ്ധിക്കണം. ഇത് എക്സ് ആക്സിസിന് സമാന്തരമായിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇയാൾക്ക് ചെരിവ് ഇപ്പോൾ ഇല്ല. സ്ലോപ്പിൻ്റെ മൂല്യം എന്താണ്? സ്ലോപ്പിൻ്റെ മൂല്യം 0 ആണ്. സ്ലോപ്പിൻ്റെ മൂല്യം 0. അപ്പോൾ ഈ ഷേപ്പ് ഗ്രാഫ് ആണെങ്കിൽ എന്തായിരിക്കും? സ്ലോപ്പ് ചെരിവ് 0 ആയിരിക്കും.
ഇനി അടുത്ത ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നോക്കാം. ഞാനൊരു ഗ്രാഫ് വരച്ചു. ഈ ഗ്രാഫിൽ ഞാൻ ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് കിട്ടുന്നതെങ്കിൽ താഴോട്ടേക്കാണ് പോകുന്നത് അല്ലേ? താഴോട്ടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ സ്ലോപ്പിൻ്റെ മൂല്യം എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഷേപ്പ് ഗ്രാഫുകൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഇനി ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ സ്ലോപ്പ് 0 ആയിരിക്കും പാരലൽ ആണെങ്കിൽ. ഇനി ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നതെങ്കിൽ സ്ലോപ്പ് ഈസ് വേരിയബിൾ ആണ്. ഇനി സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നതെങ്കിൽ ഓർത്ത് വെക്കുക സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പലതരത്തിലുള്ള ഗ്രാഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ പറയാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ ഗ്രാഫാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയും. നമ്മൾ ദൂരത്തിൻ്റെയും സമയത്തിൻ്റെയും ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ സമയം ഞാൻ എക്സ് ആക്സിസിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തപ്പോൾ എനിക്കെൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അങ്ങനെ കൊടുത്തപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് കിട്ടിയത് ഇങ്ങനെയാണ്. നമുക്കറിയാം ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ ആക്സിസിലുള്ള ആളെ എക്സ് ആക്സിസിലുള്ള ആളുമായിട്ട് ഡിവൈഡ് ചെയ്യണം. വൈ ആക്സിസിൽ എന്താ ഉള്ളത്? ഡിസ്റ്റൻസ് ആണുള്ളത്. എക്സ് ആക്സിസിൽ എന്താ ഉള്ളത്? ടൈം ആണുള്ളത്. സോ വൈ ആക്സിസിൽ ഡിസ്റ്റൻസ് ഓക്കെ. എക്സ് ആക്സിസിൽ എന്താണ്? ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്താണെന്ന് നമുക്കറിയാം? സ്പീഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പിൻ്റെ മൂല്യം, ചെരിവിൻ്റെ മൂല്യം എന്താണ്? സ്പീഡാണ്. ഇനി ഈ ഷേപ്പ് ഗ്രാഫിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു ഷേപ്പ് ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ മനസ്സിലാക്കി വെക്കണം നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാലോ. ഇവിടെ സ്ലോപ്പായിട്ട് കിട്ടിയിട്ടുള്ളത് സ്പീഡാണ്. അപ്പം സ്പീഡ് ഒരു കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് മാറുന്നില്ല, സമയത്തിനനുസരിച്ച് സ്പീഡ് മാറുന്നില്ല. അതായത് ഒരു വസ്തുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 സെക്കൻഡ് കഴിഞ്ഞാൽ അയാളുടെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പോഴും സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ്. എപ്പോഴൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ സ്പീഡ് അപ്പോൾ ഒക്കെ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈക്വൽ സ്പീഡാണ്. സ്പീഡ് മാറുന്നേയില്ല. എന്ന് വെച്ചാൽ അതെങ്ങനെയുള്ള ചലനമാണ്? അതൊരു സമചലനമാണെന്ന് നമുക്ക് പറയാം. യൂണിഫോം മോഷനാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണെങ്കിൽ അവിടെയുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത്, ചെരിവ് എന്ന് പറയുന്നത് സ്പീഡാണ്. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഗ്രാഫിൻ്റെ ഷേപ്പ് പറഞ്ഞു. അപ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതെന്താണ്? ഒരു യൂണിഫോം മോഷനാണ്. ഓക്കെ. ദെൻ ഇതിൻ്റെ ഷേപ്പ് മറ്റൊരു രീതിയിലാണ് എനിക്ക് കിട്ടുന്നത്. ഈ തവണയും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തന്നെയാണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. അടുത്തതായിട്ട് ഞാൻ ഈ ഗ്രാഫ് വരച്ചപ്പോൾ അതിൻ്റെ വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്തപ്പോൾ ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് കിട്ടുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്. അപ്പോൾ അവിടെയുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡാണെന്ന് നമുക്ക് മനസ്സിലായി. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഇനി ഈ ഷേപ്പ് ഗ്രാഫിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തല്ല? കോൺസ്റ്റന്റ് അല്ല, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പം സ്പീഡ് ഈസ് വേരിയബിൾ ആണ്. സ്പീഡ് മാറുന്നുണ്ട്, സമയത്തിനനുസരിച്ച് മാറുന്നുണ്ട്. ഇപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒരു വസ്തുവിൻ്റെ സ്പീഡ്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ടാവും. സ്പീഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയത്തിനനുസരിച്ച്. എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്ത് മോഷൻ എന്നാണ്? നോൺ യൂണിഫോം, അസമചലനമാണ് അല്ലേ? സമചലനമല്ല, നോൺ യൂണിഫോം മോഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ കാര്യം നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. സോ ഈ ഒരു ഗ്രാഫിൻ്റെ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഈ തവണ എനിക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്നറിയോ? ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്. പാരലലാണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പുള്ള ഗ്രാഫാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്, ഈ ഗ്രാഫിൻ്റെ സ്പീഡാണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്പീഡ് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു വസ്തുവിന് സ്പീഡില്ല. ഒരു കാർ അനങ്ങാതെ വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡ് 0 ആണെന്നല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വസ്തു, നമ്മൾ പരിഗണിക്കുന്ന വസ്തു എന്താണ്? റെസ്റ്റിലാണ്. എ ബോഡി, നമ്മൾ പരിഗണിക്കുന്ന വസ്തു, ബോഡി ഈസ് അറ്റ് റെസ്റ്റ്.
അത് അതിൻ്റെ പൊസിഷൻ മാറ്റുന്നേയില്ല, അത് റെസ്റ്റിലാണ്. അപ്പോൾ ഒരു റെസ്റ്റിലിരിക്കുന്ന ഗ്രാഫിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, എക്സ് ആക്സിസിന് സമാന്തരമായിട്ട്. ഇനി ഇതേ ഗ്രാഫ് നമുക്ക് വെലോസിറ്റി ടൈമായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ഡിസ്റ്റൻസ് ടൈം മാറ്റി ഞാൻ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നത്. വെലോസിറ്റി ടൈം, ഓക്കെ, വെലോസിറ്റിയും ടൈമുമാണ് ഞാൻ ഗ്രാഫിൽ വരയ്ക്കുന്നത്. അപ്പോൾ ഞാനൊരു ഗ്രാഫ് വരച്ചു, വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി വൈ ആക്സിസിലും ടൈം എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും ഞാൻ വരച്ചു. അപ്പോൾ ഇങ്ങനെ വരച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, എന്ന് വെച്ചാൽ അവിടെ ഒരു ചെരിവുണ്ട് അല്ലേ. ഇനി ഈ സ്ലോപ്പിൻ്റെ മൂല്യം എന്തായിരിക്കും? സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ എന്താണോ ഉള്ളത് അതിനെ എക്സ് ആക്സിസുമായിട്ട് ഡിവൈഡ് ചെയ്യണം. വൈ ആക്സിസിൽ എന്താ ഉള്ളത്? വെലോസിറ്റി അല്ലേ. എക്സ് ആക്സിസിൽ എന്താ ഉള്ളത്? ടൈം ആണുള്ളത്. വെലോസിറ്റിയെ ടൈം വെച്ച് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, ആക്സിലറേഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ അഥവാ ത്വരണമാണ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കുക, സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഗ്രാഫിൻ്റെ ഷേപ്പ് വെച്ച് സ്ലോപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷൻ 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. 2 സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. 3 സെക്കൻഡ് കഴിഞ്ഞ് നോക്കിയാലും 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ത്വരണം ഈക്വൽ ഇൻ്റർവെല്ലിൽ സെയിം ആയിട്ട് തുടരുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു യൂണിഫോം എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഈക്വൽ ആക്സിലറേഷൻ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ഉള്ള ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടുത്തൊരു ഷേപ്പ് നമുക്ക് നോക്കാം. ഞാനിവിടെ ആക്സിസ് ഗ്രാഫ് വരച്ചു. ഇവിടെ വെലോസിറ്റി മാർക്ക് ചെയ്തു, ഇവിടെ ടൈം മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഷേപ്പ് ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ആണ്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതിൻ്റെ സ്ലോപ്പിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ആണ്. സ്ലോപ്പ് ആക്സിലറേഷൻ ആണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ എന്താണ്? സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്സിലറേഷൻ ഈസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇതെന്തല്ല? യൂണിഫോം ആക്സിലറേഷൻ അല്ല, ഒരു നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ്. നോൺ യൂണിഫോം ആക്സിലറേഷൻ കാണിക്കുന്ന ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവും, നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഇനി അടുത്ത ഗ്രാഫിൻ്റെ ഒരു ഷേപ്പ് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. അടുത്ത ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ മാർക്ക് ചെയ്യാണ്. വെലോസിറ്റി താഴെ ടൈം. ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എക്സ് ആക്സിസിന് സമാന്തരമായിട്ടാണ് ഈ ഗ്രാഫ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഗ്രാഫ് ഉണ്ടെങ്കിൽ അവിടെയുള്ള സ്ലോപ്പിൻ്റെ മൂല്യം എന്തായിരിക്കും? 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സിലറേഷൻ എന്തായി പോയിട്ടുണ്ട്? ആക്സിലറേഷൻ 0 പോയിട്ടുണ്ട്. ആക്സിലറേഷൻ 0 ആവണമെങ്കിൽ സ്പീഡ് മാറാനേ പാടില്ല. സ്പീഡ് മാറിക്കഴിഞ്ഞാലേ, സമയത്തിനനുസരിച്ച് സ്പീഡ് കൂടിക്കഴിഞ്ഞാലേ അവിടെ ത്വരണം എന്നുള്ളത് നിലനിൽക്കുന്നതായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആക്സിലറേഷൻ 0 ആണെങ്കിൽ സ്പീഡ് അവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സ്പീഡ് സെയിം ആണെങ്കിൽ അതെന്ത് ചലനമാണ്? യൂണിഫോം മോഷൻ. ഒരു യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഷേപ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. അത് എക്സ് ആക്സിസിന് അല്ലെങ്കിൽ ടൈം ആക്സിസിന് സമാന്തരമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം. ചോദ്യം എന്താണെന്ന് വായിക്കാം. എ കാർ മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അതിൻ്റെ വെലോസിറ്റി സെയിം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ഇറ്റ്സ് വെലോസിറ്റി ടൈം ഗ്രാഫ്. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. യൂണിഫോം വെലോസിറ്റി മാറുന്നേ ഇല്ല, വെലോസിറ്റി സെയിം ആണ്. വെലോസിറ്റി സെയിം ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവുമോ? ഇല്ല. ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. വെലോസിറ്റി സെയിം ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും.
ആക്സിലറേഷൻ 0 ആണെങ്കിൽ ആ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ടൈം ആക്സിസിന് സമാന്തരമായിരിക്കും. അതെവിടെയാണോ നിൽക്കുന്നത് അങ്ങനെ തന്നെ ഇങ്ങനെ പോകും, യൂണിഫോം വെലോസിറ്റി ആയിട്ട്, സെയിം വെലോസിറ്റി ആയിട്ട്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണല്ലേ. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പായിരുന്നു ആക്സിലറേഷൻ. ആക്സിലറേഷൻ 0 ആണ്. സോ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് 0. സ്ലോപ്പ് ആക്സിലറേഷൻ ആണ്, ആക്സിലറേഷൻ 0 സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് 0. ഓപ്ഷൻ എ. ഗ്രാഫിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൺസെപ്റ്റും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഫ്രം പോയിന്റ് എ ടു ബി 50 മീറ്റർ ഈസ്റ്റ് ആൻഡ് റിട്ടേൺസ് ടു പോയിന്റ് എ ഇൻ 10 സെക്കൻഡ്, ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി. അതായത് നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ദിശകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ ഒരു വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് യാത്ര തുടങ്ങുന്നുണ്ട്. 50 മീറ്റർ ഈസ്റ്റിലേക്ക് അയാൾ പോയി. എയിൽ നിന്ന് ബിയിലേക്ക് 50 മീറ്റർ ഈസ്റ്റിലേക്ക് അയാൾ പോയി. ആൻഡ് റിട്ടേൺസ് ടു പോയിന്റ് എ, അയാൾ തിരിച്ച് എയിലേക്ക് തന്നെ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അയാളുടെ ആവറേജ് വെലോസിറ്റി എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കി വെക്കണം. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന 2 ക്വാണ്ടിറ്റീസ് ആണ്. ഒന്ന് സ്പീഡ്, വേഗത, രണ്ടാമത്തത് വെലോസിറ്റി അഥവാ പ്രവേഗം. രണ്ടും 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറയും. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ അളവ് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അതായത് 5 യൂണിറ്റ്, 6 യൂണിറ്റ്, 7 യൂണിറ്റ്, ഇതൊക്കെ അളവുകളാണ്, മാഗ്നിറ്റ്യൂഡാണ്. ആ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പരിഗണിക്കുള്ളൂ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നിറ്റ്യൂഡും പരിഗണിക്കണം, അതിൻ്റെ കൂടെ എന്തുകൂടി പരിഗണിക്കണം? ഡയറക്ഷൻ കൂടി. അയാൾ ഏത് ദിശയിലേക്കാണ് വരുന്നത്? ഉദാഹരണത്തിന് ഒരു വസ്തു, ഒരു ഗ്രാഫ് നമ്മൾ വരച്ച് അയാളുടെ ചലനം ശ്രദ്ധിക്കുകയാണ്. അയാൾ 0 എന്നുള്ള പോയിന്റിൽ നിന്ന് 5 മീറ്റർ ദൂരത്തേക്ക് സഞ്ചരിച്ചു. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് അയാൾ തിരിച്ച് ഈ ഒറിജിനിലേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് അയാൾക്ക് ഇങ്ങനെ ബാക്കോട്ടേക്ക് പോകാം. അപ്പോൾ ബാക്കോട്ടേക്ക് പോയാൽ -5 എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്കാവും. അപ്പോൾ ഇതിന് പോസിറ്റീവായിട്ടുള്ള സൈഡ് ഉണ്ട്. വെക്റ്റർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ നോക്കുന്നത് കൊണ്ട് തന്നെ അത് പോസിറ്റീവ് ആവാം, അത് 0 ആവാം, അത് നെഗറ്റീവ് ആവാം. പക്ഷേ സ്കെയിലാർ എന്ന് പറയുന്നത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അത് എല്ലായ്പ്പോഴും എന്തേ ആവുള്ളൂ? പോസിറ്റീവേ ആവുള്ളൂ. അപ്പോൾ എന്താണ് എന്നുള്ളത്, ഡയറക്ഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ പരിഗണിക്കണം. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാൾ എയിൽ നിന്ന് ബിയിലേക്ക് 50 മീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. തിരിച്ച് അയാൾ എയിലേക്ക് എത്തിച്ചേർന്നു. റിട്ടേൺസ് ടു പോയിന്റ് എ, അയാൾ യാത്ര തുടങ്ങിയത് എവിടെയാണോ അവിടേക്ക് തിരിച്ചെത്തി. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരം, വെലോസിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ്. സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയമാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ള സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 50 മീറ്റർ സഞ്ചരിച്ചു. ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ചു. എന്നിട്ട് ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെയും 50 മീറ്റർ ബാക്കോട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 + 50 100 മീറ്റർ ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി പറഞ്ഞ പോലെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ നോക്കണം. എയിൽ നിന്ന് ബിയിലേക്ക് +50 മീറ്റർ, ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ചു വരുമ്പോൾ റിവേഴ്സ് ഡയറക്ഷനാണ് -50. അപ്പോൾ 2 പോയിന്റുകൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? എയിൽ നിന്ന് എയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് 0 മീറ്റർ ആയിരിക്കും. കാര്യം ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതേസമയം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ റിട്ടേൺസ് എന്ന ചോദ്യം കാണുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇനീഷ്യൽ പോയിന്റിലേക്ക് തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഡിസ്പ്ലേസ്മെന്റ് 0 ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ഇഫ് ദ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ആക്സിസ്, വാട്ട് ഈസ് ദ ഒബ്ജെക്ട് സ്പീഡ്?
അപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരച്ചു അല്ലേ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സ്പീഡാണ്. സ്ലോപ്പ് എന്ന് പറയുന്ന സ്പീഡാണ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് പറയുന്നുണ്ട് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ടൈം ആക്സിസിന് പാരലലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സ്ലോപ്പ് എന്താണ്, 0 ആണ്. സ്ലോപ്പ് 0 ആണ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് എന്ന് പറയുന്നത് 0 ആണ്. സ്ലോപ്പ് 0 ആണെങ്കിൽ സ്പീഡ് 0 ആണ്. ഓപ്ഷൻ ഡി. ദെൻ അടുത്ത ചോദ്യം, ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ എന്താണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്? യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു വസ്തു ഇങ്ങനെ യൂണിഫോം സർക്കുലർ മോഷനിലാണുള്ളതെങ്കിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അയാളുടെ ഓരോ പോയിന്റിലെയും, ഇവിടെ യൂണിഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ പോയിന്റിലെയും അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് എല്ലാ പോയിന്റുകളിലും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ എന്തിന് മാറ്റം ഉണ്ടാവും? വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവും. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ എന്താണ്, ഓരോ പോയിന്റിലും അയാളുടെ ദിശ മാറുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഓരോ പോയിന്റ് എത്തുമ്പോഴും അയാൾ വ്യത്യസ്ത ദിശയിലേക്കാണ് അയാളുടെ ഒരു രേഖ പോകുന്നത്, വ്യത്യസ്ത ദിശയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും അയാളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ചേഞ്ചസ്. ഓക്കെ, വെലോസിറ്റിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡും നോക്കണം, ഡയറക്ഷനും നോക്കണം. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, സ്പീഡിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. പക്ഷേ ഓരോ സെക്കൻഡിലും ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് വെലോസിറ്റി മാറും. വെലോസിറ്റി ചേഞ്ചസ്. അപ്പോൾ ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ വെലോസിറ്റി മാറും, പക്ഷേ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി മാറുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ എന്തും ഉണ്ടാവും, ഒരു ആക്സിലറേഷനും ഉണ്ടാവും. ഒരു കല്ല് നമ്മൾ കയറി കെട്ടി ഇങ്ങനെ കറക്കുമ്പോൾ അവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതെന്താണ്, ഒരു യൂണിഫോം സർക്കുലർ മോഷനാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിഫോം സർക്കുലർ മോഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്? ഓർത്ത് വെക്കുക, സ്പീഡാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. കാര്യം എന്താ, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീഡാണ് കോൺസ്റ്റന്റ്. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന ചോദ്യത്തിൽ കണ്ടാൽ അവിടെ സ്പീഡാണ് കോൺസ്റ്റന്റ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എ ട്രെയിൻ ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ട്രാക്ക് വിത്ത് എ സ്പീഡ് ഓഫ് 54 km/h. അയാളുടെ സ്പീഡ്, നിലവിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് 54 km/h ആണ്. ഇറ്റ് സ്റ്റോപ്സ് ട്രാവലിംഗ് 150 meter. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ്. ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ന്യൂമറിക്കൽ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഉണ്ട്. 3 ഇക്വേഷൻസ് ആണുള്ളത്. തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയും. ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 ഇക്വേഷൻ ആണ് നമുക്കുള്ളത്. ഒന്ന് V ഈസ് ഈക്വൽ ടു U പ്ലസ് AT. രണ്ടാമത്തത് S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. മൂന്നാമത്തെ ഇക്വേഷൻ V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. അപ്പം ഞാനിവിടെ VU എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാം. V എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഫൈനൽ വെലോസിറ്റിയാണ്, അന്ത്യപ്രവേഗം എന്ന് പറയും, ഫൈനൽ വെലോസിറ്റി. U എന്ന് പറയുന്നത് അയാളുടെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ആദ്യ പ്രവേഗമാണ്. ഇനി A എന്ന് പറയുന്നത് അയാൾക്ക് സംഭവിച്ചിട്ടുള്ള ആക്സിലറേഷനാണ്, ത്വരണമാണ്. S എന്ന് പറയുന്നത് അയാളുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ്. T എന്ന് പറയുന്നത് അവിടെയുള്ള ടൈമാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് ആണ് ഈ ഇക്വേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പം നമുക്കിവിടെ ഏത് ഇക്വേഷൻ പ്രയോഗിക്കാം? ഇവിടെ അയാൾ നിലവിൽ പോകുന്ന സ്പീഡ് കൊടുത്തിട്ടുണ്ട്, എത്രയാണ്? 54 km/h ആണ്. പക്ഷേ വെലോസിറ്റിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് m/s ആണ്. 54 km/h നമുക്ക് m/s മാറ്റണം. അപ്പോൾ km/h m/s മാറ്റാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 5/18 5/18
അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 54 ഇൻറ്റു 5/18 എത്ര കിട്ടും? 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതായത് നിലവിൽ ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അയാൾ സ്റ്റോപ്പ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഫൈനൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അയാളുടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. ട്രാവലിംഗ് 150 മീറ്റർ, 150 മീറ്റർ അയാൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയാളുടെ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ്. അയാൾ സ്റ്റോപ്പിലേക്ക് അല്ലെങ്കിൽ റെസ്റ്റിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഫൈനൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് 150 മീറ്റർ. അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? v² = u² + 2as എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? v² എന്ന് പറയുമ്പോൾ 0², u² എന്ന് പറയുമ്പോൾ 15² പ്ലസ് 2 ഇൻറ്റു a നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. s എത്രയാണ്? 150 ആണ്. അപ്പോൾ 15² എന്നതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ സൈൻ മാറും. -15² -15 ഇൻറ്റു 15 സമം 2 ഇൻറ്റു a ഇൻറ്റു 150 എന്ന് കിട്ടും. അപ്പോൾ a കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? -15 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 150. അപ്പോൾ 15 ഇവിടെ ക്യാൻസൽ ചെയ്യാം, 10 എന്ന് കിട്ടും. മൈനസ് a സമം നമുക്ക് എന്ത് കിട്ടും? a സമം -15 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും. -15/2 എന്ന് പറയുന്നത് -7.5 ആണ്. -15/20 എന്ന് പറയുന്നതോ -0.75 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ നെഗറ്റീവ് എന്നുള്ള സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്സിലറേഷൻ കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയും. ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. എന്താണ് അയാളുടെ ആ വാല്യൂ? സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീഡ് കുറഞ്ഞു വരികയാണ്, ആക്സിലറേഷൻ കുറഞ്ഞു വരികയാണ്, റിട്ടാർഡേഷൻ എന്നുള്ളതാണ്. വാല്യൂ എന്താ കിട്ടിയത്? 0.75 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താ? v² = u² + 2as. കിലോമീറ്റർ പെർ ഹവർ ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആദ്യം മാറ്റണം, SI യൂണിറ്റിലേക്ക്. ഓപ്ഷൻ ബി 0.75 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ചോദ്യം. രേഖ സ്വിംസ് ഇൻ എ 40 മീറ്റർ ലോങ് പൂൾ. She swims from one end to the other end and comes back, covering 80 meters in 1 minute along a straight path. What is her average velocity? നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു എൻഡിൽ നിന്ന് തുടങ്ങി അതർ എൻഡിലേക്ക് പോയി തിരിച്ചു വന്നു, കംസ് ബാക്ക്, റിട്ടേൺസ്, കംസ് ബാക്ക് എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന പോയിന്റിൽ യാത്ര തുടങ്ങി തിരിച്ച് എയിലേക്ക് തന്നെ വരുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. എ മാൻ റൈഡ്സ് എ ബൈസിക്കിൾ ഇൻ എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ്. ഇപ്പോൾ ഒരു സർക്കുലർ ട്രാക്കിൽ ഒരാൾ ഇങ്ങനെ ബൈസിക്കിൾ വെച്ചിട്ട് ഓടിക്കുന്നുണ്ട്. ഇതിൻ്റെ റേഡിയസ് ചോദ്യത്തിൽ പറയുന്നുണ്ട്. റേഡിയസ്, ആരം എന്ന് പറയുന്നത് എന്താണ്? 10 മീറ്റർ ആണ്. ഹി കംപ്ലീറ്റ്സ് 1 റൗണ്ട് ഇൻ 10 മിനിറ്റ്സ്. 10 മിനിറ്റ് കൊണ്ട് ഒരു റൗണ്ട്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ തുടങ്ങുകയാണെങ്കിൽ എയിലൂടെ തുടങ്ങി ഇങ്ങനെ അയാൾ എയിൽ തന്നെ തിരിച്ചു വന്നു. അവിടെയും ആവറേജ് വെലോസിറ്റി. ഹി കംപ്ലീറ്റ്സ് 1 റൗണ്ട്. ഇവിടെ തുടങ്ങി ഇവിടെ തന്നെ അവസാനിക്കുമ്പോഴാണ് 1 റൗണ്ട് ആവുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെന്റ് ആണ് 0. 10 മിനിറ്റ് സമയം കൊണ്ട് അയാൾ എത്തി, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വെലോസിറ്റിയും 0. ഈസി. ഓപ്ഷൻ എ. അപ്പോൾ തിരിച്ചു വരിക, 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക, 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക, റൗണ്ട് കംപ്ലീറ്റ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. എ റണ്ണർ കംപ്ലീറ്റ്സ് 1 റൗണ്ട് ഓഫ് എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് ഓഫ് 175 മീറ്റർ ഇൻ 35 സെക്കൻഡ്. ആവറേജ് വെലോസിറ്റി. 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു, തുടങ്ങിയ പോയിന്റിൽ തന്നെ തിരിച്ചു വന്നു. എന്ന് വെച്ചാൽ അവിടെ എന്താണ്? ആവറേജ് വെലോസിറ്റി 0 ആണ്. ഓപ്ഷൻ എ 0 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ ആൻ ഒബ്ജക്ട് മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് പാത്ത്,
ബട്ട് ഇറ്റ് സ്പീഡ് കീപ്സ് ചേഞ്ചിങ്, ഹൗ ക്യാൻ വി ഡിസ്ക്രൈബ് ഇറ്റ്സ് റേറ്റ് ഓഫ് മോഷൻ? ഒരു വസ്തു നേർരേഖയിൽ പോകുന്നുണ്ട്, അയാളുടെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആക്സിലറേഷൻ ഉണ്ട് അല്ലേ? ആക്സിലറേഷൻ കാണണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം വെലോസിറ്റിയെ ടൈം വെച്ച് ഹരിക്കുക എന്നുള്ളതാണ്, പ്രവേഗത്തിനെ സമയം വെച്ച് ഹരിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ആക്സിലറേഷൻ്റെ റേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാൾ പോകുന്നത് എങ്ങനെയാണെന്ന് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റേറ്റ് ഓഫ് മോഷനെ പറ്റി പറയാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഒരു ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ആവറേജ് വെലോസിറ്റി ഓവർ ദ ടോട്ടൽ ടൈം, ആവറേജ് വെലോസിറ്റി ഓവർ ദ ടോട്ടൽ ടൈം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ റേറ്റ് ഓഫ് മോഷൻ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ കാർ മൂവ്സ് വിത്ത് എ യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നുണ്ട്, അപ്പം തന്നെ മനസ്സിലാക്കണം സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് ചേഞ്ച് ചെയ്യുന്നേ ഇല്ല. ഇനി അയാളുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. ഞാൻ ഗ്രാഫ് വരച്ചു, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം. സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസിനെ ടൈം വെച്ച് ഹരിക്കുകയാണ്. ഡിസ്റ്റൻസിനെ ടൈം വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കിട്ടും. സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാഫുകളുടെ ഷേപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അതെങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ അതിനൊരു ഇൻക്ലിനേഷൻ ഉണ്ട്, ചരിവുണ്ട്. എന്തുമായിട്ട്? ടൈം ആക്സിസുമായിട്ട് ഒരു ചരിവുണ്ട്. എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ്. സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ അതിനൊരു ചരിവുണ്ട്, സ്ലോപ്പ് ഉണ്ട്. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ കാർ ട്രാവൽസ് 100 കിലോമീറ്റർ അറ്റ് എൻ ആവറേജ് സ്പീഡ് ഓഫ് 50 കിലോമീറ്റർ പെർ ഹവർ, ഇമ്മീഡിയറ്റ്ലി റിട്ടേൺസ് അലോങ് ദ സെയിം റൂട്ട് കവറിംഗ് ദ ഡിസ്റ്റൻസ് ഇൻ 1 hour. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ഇവിടെ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്, ആവറേജ് വെലോസിറ്റി അല്ല, ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം വെച്ച് ഹരിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം വെച്ച് ഹരിക്കണം. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ഒരാൾ എയിൽ നിന്ന് തുടങ്ങി ബി വരെ എത്തി, 100 കിലോമീറ്റർ ആണ് അയാൾ സഞ്ചരിച്ചത്. തിരിച്ച് റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലേ? റിട്ടേൺ ടു എ. ഇവിടെ നേരത്തെ കേസ് പോലെ ഡിസ്പ്ലേസ്മെന്റ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, ഡിസ്റ്റൻസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നെങ്കിൽ ഇനീഷ്യൽ പോയിന്റിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ 0 ആയേനെ. പക്ഷേ ഇവിടെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് പറയണം. എ മുതൽ ബി വരെ 100 കിലോമീറ്റർ, ബി തൊട്ട് എ വരെ 100 കിലോമീറ്റർ. അങ്ങനെ മൊത്തം ദൂരം ഇയാൾ സഞ്ചരിച്ച എത്രയാ? 200 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 200 ആണ്, 200 കിലോമീറ്റർ. ഇനി 100 കിലോമീറ്റർ എയിൽ നിന്ന് ബിയിലേക്ക് പോകാനായിട്ട് അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസും ഉണ്ട്, സ്പീഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈം കണ്ടുപിടിക്കാം എയിൽ നിന്ന് ബിയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ 100/50 സമയം എത്രയാ? 2 മണിക്കൂർ കൊണ്ടാണ് എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയത്. തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് എത്താനായിട്ട് അയാൾക്ക് 1 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 + 1. അപ്പോൾ 200/3 കിലോമീറ്റർ പെർ ഹവർ ആണ് അയാളുടെ ആവറേജ് സ്പീഡ്. പക്ഷേ നമുക്കിതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 200/3 × 5/18 എന്ന് ചെയ്യാം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാനായിട്ട് 5/18 വെച്ച് ഗുണിക്കണം. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 18 ഏകദേശം 11 പോയിന്റ് സംതിങ് വരും. അപ്പോൾ 55 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും ആൻസർ. അതായത് ഏകദേശം ആ റേഞ്ച് എന്ന് പറയുന്നത് 18.52 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ ഉത്തരം കിട്ടുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ ബി. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ആവറേജ് സ്പീഡാണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എൻ ഒബ്ജക്ട് മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് path for 5 seconds. Its initial velocity is 10 meter per second. Its final velocity is -2 meter per second. What is the magnitude of the average velocity? നമ്മുടെ കയ്യിൽ 2 സംഖ്യകൾ ഉണ്ടെന്ന് വിചാരിച്ചോ, 6ഉം 8ഉം. ഇവരുടെ ആവറേജ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യും 6 + 8/2 എത്രയാണ്? 7 ആണ് ഉത്തരം. അതുപോലെ തന്നെ നമുക്ക് രണ്ട് സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഒന്ന് ഇനീഷ്യൽ വെലോസിറ്റി ആണ് 10 മീറ്റർ പെർ സെക്കൻഡ്, ഒന്ന് ഫൈനൽ വെലോസിറ്റി ആണ് -2 മീറ്റർ പെർ സെക്കൻഡ്. 2 സംഖ്യകൾ പോലെ. അപ്പോൾ ഇവരുടെ ആവറേജ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? u + v ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. 10 + -2 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടുക? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആവറേജ് വെലോസിറ്റിയുടെ മൂല്യം. ഓപ്ഷൻ ബി. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ആവറേജ് വെലോസിറ്റി കാണണമെങ്കിൽ സിംപ്ലി u + v ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അടുത്ത ചോദ്യം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ യൂണിഫോം വെലോസിറ്റി? യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ? സെയിം വെലോസിറ്റി ആണ്. ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാൽ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ, സെയിം വെലോസിറ്റി ആണെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് 0 ആണ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? v/t എന്ന് പറയുന്നതാണ് സ്ലോപ്പ്. v/t എന്താണ്? ആക്സിലറേഷൻ ആണ്. ആ ആക്സിലറേഷൻ ആണ് ഇവിടെ 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആക്സിലറേഷൻ അല്ല തരിക. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തരിക. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തരിക, ഒരിക്കലും ആക്സിലറേഷൻ അല്ല. സ്ലോപ്പാണ് ആക്സിലറേഷൻ തരുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ. കറക്റ്റ് ആണ് അല്ലേ? ഈ ഒരു യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഓഫ് വി ടി ഗ്രാഫ് ഈസ് 0. സ്ലോപ്പ് 0 ആണ്. യെസ്. വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ആക്സിലറേഷൻ ഈസ് 0. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ ഈസ് 0. നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. എ ബോൾ ഈസ് ത്രോൺ അപ്വേർഡ് വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി. ഒരു ബോള് നമ്മൾ മേലോട്ടേക്ക് എറിയുന്നുണ്ട്. അയാൾക്കൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് വിൽ ബി ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 1 സെക്കൻഡ്? ഒരു സെക്കൻഡിന് ശേഷം അയാളുടെ വെലോസിറ്റി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു സെക്കൻഡിന് ശേഷം അയാളുടെ വെലോസിറ്റി എന്താണ്? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 12 എന്ന് പറയുന്നുണ്ട്. ടൈം ഒരു സെക്കൻഡിന് ശേഷം അയാളുടെ വെലോസിറ്റി എന്താണ്? ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ ഉണ്ട്. അത് ബോളിനെ താഴോട്ടേക്ക് വലിക്കുകയാണ്. താഴോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈൻ നമുക്ക് എടുക്കേണ്ടത് -9.8 എന്നാണ്. മൈനസ്, നെഗറ്റീവ് സൈൻ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു u പ്ലസ് AT ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ ഫൈനൽ വെലോസിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. ഒരു സെക്കൻഡിന് ശേഷമുള്ള ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? 9.8. മൈനസ് എന്ന് വരാൻ കാരണം അത് ഓപ്പോസിറ്റ് ദിശയിലേക്കാണ്. -9.8. ടൈം എത്രയാണ്? 1 ആണ്. അപ്പോൾ 12 മൈനസ് 9.8 എന്ന് വരും. അത് എത്ര ആൻസർ കിട്ടുക? 2.2 അല്ലേ? 2.2 എന്ന ആൻസർ കിട്ടും. 2.2 മീറ്റർ പെർ സെക്കൻഡ് ആണ് അയാളുടെ ഫൈനൽ വെലോസിറ്റി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. എ ബ്ലോക്ക് ഓഫ് മാസ് 1 കിലോഗ്രാം ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ടോപ്പ് ഓഫ് ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന x ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ഒരു കിലോഗ്രാം മാസ് ഉള്ള ഒരു ബ്ലോക്ക് താഴോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അയാൾ ഹിറ്റ് ചെയ്യുന്ന, താഴേക്ക് വരുന്ന അല്ലെങ്കിൽ താഴേക്ക് എത്തിയിട്ടുള്ള ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് എന്താ കാണണ്ടേ? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എക്സ്? അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആണ് കാണേണ്ടത്. ഒരു വസ്തുവിനെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ, ഡ്രോപ്ഡ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. നമുക്ക് ഈ ഒരു ഹൈറ്റ് ആണ് കാണേണ്ടത്, അല്ലെങ്കിൽ അയാൾ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എസിൻ്റെ മൂല്യമാണ് നമുക്ക് കാണേണ്ടത്. എസിൻ്റെ മൂല്യം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്താണ്? v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ? ഫൈനൽ വെലോസിറ്റി v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as. അപ്പോൾ ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് വരുത്തിയാൽ v² ഈസ് ഈക്വൽ ടു u² പ്ലസ്, ഇപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യുകയാണ് അല്ലേ? ഭൂമി അയാളെ താഴോട്ടേക്ക് വലിക്കുകയാണ് അല്ലേ? ഭൂമി അയാളെ താഴോട്ടേക്ക് വലിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട സൈൻ എന്താണ്? -g എന്നുള്ളതാണ് സൈൻ അല്ലേ? -g. ഇനി ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് x ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലേ? x കാരണം ഇവിടെ നിന്നാണ് ചലനം തുടങ്ങുന്നത് അയാളുടെ. അപ്പോൾ ഈ ഒരു ഒറിജിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അളക്കുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ളതാണ് അളക്കുന്നത്. ഇപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. 0² ഈസ് ഈക്വൽ ടു v². ഓക്കെ, v² ഈസ് ഈക്വൽ ടു u² മൈനസ്
ജി ഇൻറ്റു മൈനസ് എക്സ്, മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? വി സ്ക്വയർ 20 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. യു 0 ആണ് അല്ലേ. 2 ഇൻറ്റു 9.8 ഇൻറ്റു എക്സ്. ഒരു 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 200 ഡിവൈഡഡ് ബൈ, ഓക്കെ, ജിയുടെ മൂല്യം 9.8 അല്ല 10 എടുത്തോളാൻ പറയുന്നുണ്ട് അല്ലേ ചോദ്യത്തിൽ. 10 എടുത്തോളാൻ പറയുന്നുണ്ട്. അപ്പോൾ 10 തന്നെ കൊടുക്കാം. 2 ഇൻറ്റു 10 ഇൻറ്റു എക്സ്. അപ്പോൾ ഒരു 20 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് എത്ര കിട്ടുക? എക്സ് എന്ന് പറയുന്നത് 20 മീറ്റർ എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 20 മീറ്റർ. എക്സ് ഈക്വൽ ടു 20 മീറ്റർ. ഇവിടെ നെഗറ്റീവ് എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ ചലനം തുടങ്ങുന്ന പോയിന്റ് നമ്മൾ ഒറിജിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫ് താഴോട്ടേക്കാണ് പോകുന്നത് അല്ലേ. ആ ഗ്രാഫിൻ്റെ മൂല്യം എന്ന് പറയുന്നത് താഴോട്ടേക്ക് അളക്കുന്നേരം നെഗറ്റീവാണ് സൈൻ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ജിക്കും എക്സിനും നെഗറ്റീവ് വാല്യൂ നമ്മൾ കൊടുത്തത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, ഇഫ് ദ സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് വിത്ത് ടൈം. സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ ഷേപ്പാണ് ചോദിക്കുന്നത്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്പീഡാണ്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ആയിരുന്നേ. പക്ഷേ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകും അയാൾ. ഓരോ ടൈം ഇൻ്റർവെല്ലിലും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ കേർവ്ഡ് ലൈൻ. ഒരിക്കലും എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആയിരിക്കില്ല, അപ്പോഴാണെങ്കിൽ റെസ്റ്റിലായിരിക്കും. എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ആയിരിക്കില്ല, അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും. ഇവിടെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനും അല്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം. വാട്ട് ഈസ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് ദ ഡിസ്റ്റൻസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഹാസ് ട്രാവൽഡ്? വാട്ട് ഈസ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് ദ ഡിസ്റ്റൻസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഹാസ് ട്രാവൽഡ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അയാളുടെ വിശദമാക്കാനായിട്ട് നമുക്ക് എന്തുമാത്രം മതി? അയാളെ വിശദമാക്കാനായിട്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഓൺലി ദ ന്യൂമറിക്കൽ വാല്യൂ വിച്ച് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് അറ്റ് എ സ്പീഡ് 2 meter per second. വാട്ട് വിൽ ബി ദ മാക്സിമം ഹൈറ്റ് attained and the velocity of body at highest point respectively of the ball? ഒരു ബോള് മേലോട്ടേക്ക് എറിയുന്നുണ്ട്. അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 2 meter per second ആണ്. അയാൾ അറ്റൈൻ ചെയ്ത മാക്സിമം ഹൈറ്റ് എത്രയാണ്? അപ്പോൾ ഒരു മാക്സിമം ഹൈറ്റിൽ അയാൾ എത്തിച്ചേർന്നാൽ അയാളുടെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജി എന്ന് പറയുന്നത് 10 എടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. ജിയുടെ വാല്യൂ 10 എടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ടൈം ഈ ഒരു ചോദ്യത്തിൽ പറയുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനാണ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലെ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഫൈനൽ വെലോസിറ്റി 0 ആണെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. കാര്യം ഫൈനൽ വെലോസിറ്റി ഈ ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഫൈനൽ വെലോസിറ്റി എന്താണ് കണ്ടുപിടിക്കാനായിട്ട്? അപ്പോൾ 0 meter per second ആണ്. ഓപ്ഷൻ സിയും അല്ല, ഓപ്ഷൻ എയും അല്ല ഉത്തരം. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ഓപ്ഷൻ ബിയും ഡിയും നമ്മുടെ കയ്യിലുണ്ട്. അതിലേതാണ് എന്ന് കണ്ടുപിടിക്കാൻ വി എന്ന് പറയുന്നത് 0 ആണ്. 0 square ഈസ് ഈക്വൽ ടു യു സ്ക്വയർ 2 square പ്ലസ് 2 ഇൻറ്റു മേലോട്ടേക്ക് എറിയുമ്പോൾ മൈനസ് ജി ഇൻറ്റു ഹൈറ്റ് മേലോട്ടേക്കാണ് എച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 4 സമം 2 square എത്രയാണ്? 4. ഈ മൈനസ് 2gh ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 2gh. 4 സമം 2gh. അതായത് h സമം 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജിയുടെ മൂല്യം എത്രയാ? 10. എത്ര കിട്ടും? 2/10 അഥവാ 0.2 മീറ്റർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 0.2 മീറ്റർ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒറ്റയടിക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. h ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g എന്നുള്ള സമവാക്യം ഉപയോഗിച്ചാൽ മതി. ഒരു ബോൾ മേലോട്ടേക്ക് എറിയാണ്, അയാളുടെ മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് യു സ്ക്വയർ ബൈ 2g എന്നുള്ള ഇക്വേഷൻ പ്രയോഗിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, എ ബോയ് വാക്സ് ഫ്രം വൺ എൻഡ് എ ടു ദ അതർ എൻഡ് ബി സ്ട്രെയിറ്റ് 1000 meter റോഡ്. എയിൽ നിന്ന് ബിയിലേക്ക് 1000 meter ഡിസ്റ്റൻസ് ഉള്ള റോഡാണ്. ഇൻ 2 minutes 2 മിനിറ്റ് സമയം കൊണ്ടാണ്.
then turns around and walks 400 meter back to point C in another 2 minutes. ടേൺസ് അറൗണ്ട്, തിരിഞ്ഞ് നടക്കുകയാണ്, അയാൾ സിയിലേക്ക് എത്തി. 400 മീറ്റർ തിരിഞ്ഞ് നടന്നു. ഓക്കെ, അപ്പോൾ ഈ നിലവിൽ അയാളുള്ളത് സിയിലാണ് 2 മിനിറ്റ് കൊണ്ട്. വാട്ട് വിൽ ബി ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദ ബോയ് ഇൻ ഗോയിങ് ഫ്രം പോയിന്റ് എ ടു സി? എയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ആദ്യം ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിലെത്തി. ആവറേജ് വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ അവിടെയുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ ടോട്ടൽ ടൈം വെച്ച് ഹരിക്കണം. ടോട്ടൽ ടൈം. ഇവിടെയുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഇനീഷ്യൽ പോയിന്റ്, സി എന്ന് പറയുന്ന അയാളുടെ ഫൈനൽ പോയിന്റ്. ഈ ഒരു ദൂരമാണ് അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അയാളിപ്പോൾ ഇത്രയും ദൂരം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, 400 മീറ്റർ അല്ലേ, 400 മീറ്റർ തിരിഞ്ഞ് നടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എത്രയാണ്? നിലവിൽ എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 മൈനസ് 400 ആണ്. എത്ര? 600 മീറ്റർ ആണ് ഇവിടെയുള്ള ഡിസ്റ്റൻസ്, എ തൊട്ട് സി വരെയുള്ള. അപ്പോൾ അതിനായിട്ട് എടുക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? എ ടു ബിയിലേക്ക് എത്താനായിട്ട് 2 മിനിറ്റ് ഉണ്ട്. ഓക്കെ, ബി ടു സിയിലേക്ക് എത്താനായിട്ട് 2 മിനിറ്റ് ഉണ്ട്. സോ 2 + 2 4 മിനിറ്റ് ടോട്ടൽ എടുക്കുന്നുണ്ട്. 4 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിനെ സെക്കൻഡിലേക്ക് ആക്കാം. 4 × 60 അല്ലേ, ടൈം ഈസ് ഈക്വൽ ടു 4 × 60, 240 സെക്കൻഡ്. 240 സെക്കൻഡ് അല്ലേ, 4 × 60 240 സെക്കൻഡ്. 600 മീറ്റർ 240 സെക്കൻഡിൽ. അപ്പോൾ ആവറേജ് വെലോസിറ്റി എത്രയാണ്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 600/240. 600/240 എത്ര കിട്ടും? 60/24, 30/12. ഓക്കെ, 2.5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ക്ലിയർ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി. കാര്യം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അടുത്ത ചോദ്യം, എ ബോൾ ഈസ് ത്രോൺ അപ്പ് വിത്ത് എ വെലോസിറ്റി ഓഫ് എക്സ് മീറ്റർ പെർ സെക്കൻഡ്. ദ ബോൾ അറ്റൈൻസ് എ മാക്സിമം ഹൈറ്റ് ഓഫ് 50 മീറ്റർ. വാട്ട് ഈസ് എ വാല്യൂ ഓഫ് ഹൈറ്റ്? അതായത് ഒരു ബോൾ ത്രോൺ അപ്പ് ആണ്, വെലോസിറ്റി എക്സ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി ആണ് എക്സ്. അങ്ങനെയെങ്കിൽ ബോൾ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു u² ഡിവൈഡഡ് ബൈ 2g എന്നുള്ള ഇക്വേഷൻ ആണ് അല്ലേ. ജിയുടെ വാല്യൂ 10 എടുത്തോളാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഈസ് ഈക്വൽ ടു u² ബൈ 2g. എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 50 മീറ്റർ. യു എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുക, x² ഡിവൈഡഡ് ബൈ 2 × 10. അപ്പോൾ x² എത്ര കിട്ടും നമുക്ക്? 50 × 20 എന്ന് കിട്ടും. 50 × 20 എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ് x². അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താ? 1000ൻ്റെ റൂട്ടാണ്. 1000ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ √100 × 10. √100 × 10. 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10 √10. 10 √10 മീറ്റർ പെർ സെക്കൻഡ്. 10 √10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, എ ട്രെയിൻ ഈസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 180 km/h. Brakes are applied so as to produce a uniform acceleration -1 meter per second. What will be the distance covered by the train before coming to rest? അയാളുടെ ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് വരുന്നുണ്ട്? 0 മീറ്റർ പെർ സെക്കൻഡ്. കാരണം റെസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി 180 km/h ആണ്. അതിനെപ്പോൾ തന്നെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. 5/18 വെച്ച് ഗുണിച്ചു. എത്ര കിട്ടും? ഓക്കെ, 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനീഷ്യൽ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ്റെ മൂല്യം -1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് എസ് കാണണം. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഓക്കെ, മൂന്നാമത്തെ ചലന സമവാക്യം അല്ലേ. v² ഈസ് ഈക്വൽ ടു u² + 2as. v² ഈസ് ഈക്വൽ ടു u² + 2as. ഇവിടെ v എന്ന് പറയുന്നത് 0 ആണ്. 0². u², 50ൻ്റെ സ്ക്വയർ, 50 × 50 +2 × ആക്സിലറേഷൻ -1 ആണ്. ഡിസ്റ്റൻസ് നമുക്കറിയില്ല, ആ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഈ 2 - 1 S എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2S എന്ന് കിട്ടും. കാര്യം നെഗറ്റീവ് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും. 2S = 50 × 50. അങ്ങനെയെങ്കിൽ S = 50 × 50 ഡിവൈഡഡ് ബൈ 2 അല്ലേ. 50 ഡിവൈഡഡ് ബൈ 2 25. 25 × 5 എത്രയാണ്? 125 ആണ് അല്ലേ. 1250 മീറ്റർ, 1250 മീറ്റർ അയാൾ ബ്രേക്ക് പിടിക്കുന്നേരം സഞ്ചരിക്കും, റെസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ്. 1250 മീറ്റർ. അടുത്ത ചോദ്യം, ഇൻ എ VT ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സിലറേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. VT ഗ്രാഫാണ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. യൂണിഫോം ആക്സിലറേഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ യൂണിഫോം ആണെന്ന് പറയുന്നുണ്ട്, സെയിം ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും അല്ലേ. യൂണിഫോം, സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ്, ടൈം ആക്സിസ് എന്നുള്ളതാണ്. ദ VT ഗ്രാഫ് ഈസ് ഓൾവേസ് കർവ്ഡ്, തെറ്റാണ്. ദ ഏരിയ അണ്ടർ VT ഗ്രാഫ്സ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, ശരിയാണ്. ദ സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ് ഈസ് കോൺസ്റ്റൻറ്റ്, ശരിയാണ്. പോസിറ്റീവ് സ്ലോപ്പ് ഇൻഡിക്കേറ്റ് ആക്സിലറേഷൻ, കറക്റ്റാണ്. അപ്പോൾ ആകെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? VT ഗ്രാഫ് ഈസ് ഓൾവേസ് കർവ്ഡ് എന്നുള്ളത്. കേർവ്ഡ് ആണെങ്കിൽ ആക്സിലറേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ഈസ് ആക്സിലറേറ്റഡ് ടു എ വെലോസിറ്റി ഓഫ് 60 km/h in 5 minutes. വാട്ട് ഈസ് ആക്സിലറേഷൻ ഓഫ് ദ കാർ? റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 m/s ആണ്. ആക്സിലറേറ്റഡ് ടു വെലോസിറ്റി ഓഫ് 60 km/h. ഫൈനൽ വെലോസിറ്റി 60 km/h. അതിനെ m/s മാറ്റാണ്. ഓക്കെ, ഇൻറ്റു 5/18. ഓക്കെ, 5/18 m/s. ഓക്കെ, യെസ്. ദെൻ ടൈം എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 × 60 300 സെക്കൻഡ് വരുന്നുണ്ട്. 300 സെക്കൻഡ്. ഈ ഒരു V എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എത്ര കിട്ടും? 60/18. 6 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ 10 3. ഓക്കെ, 50/3 m/s എന്ന് കിട്ടും. 50/3. V എന്ന് പറയുന്നത് 50/3 m/s ആണ്. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? (16.66 സംതിങ് m/s) ആണ് ഫൈനൽ വെലോസിറ്റി എന്ന് കിട്ടും. ടൈം 300 സെക്കൻഡ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആക്സിലറേഷൻ ആണ്. ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. V = U + AT. V എന്ന് പറയുന്നത് എത്രയാണ്? 16.66. U എന്ന് പറയുന്നത് 0 ആണ്. പ്ലസ് A × ടൈം എത്രയാണ്? 300 സെക്കൻഡ് ആണ് അല്ലെ. 300 സെക്കൻഡ്. അപ്പോൾ നമുക്ക് A എന്താ കിട്ടുക? A = 16.66 ഡിവൈഡഡ് ബൈ 300. 16.66 ഡിവൈഡഡ് ബൈ 300 എത്രയായിരിക്കും? പോയിന്റ് വാല്യൂ ഏറ്റവും കൂടുതലുള്ള സംഖ്യ ആയിരിക്കും ഉത്തരമായിട്ട് കിട്ടുക. കാര്യം 2 ഡെസിമൽ വാല്യൂ ഇവിടെ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.166 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം ആൻസർ എത്രയായിരിക്കും കിട്ടുക? 0.055. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.055 m/s² ആണ്. ഉപയോഗിക്കേണ്ട ഇക്വേഷൻ V = U + AT. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി U തന്നിട്ടുണ്ട് 49 m/s. കാൽക്കുലേറ്റ് മാക്സിമം ഹൈറ്റ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് U² ഡിവൈഡഡ് ബൈ 2g. വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി. ഹൈറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ U² ബൈ 2g എന്നുള്ള ഇക്വേഷൻ ചെയ്താൽ മതി. U എന്ന് പറയുന്നത് എത്രയാണ്? 49. 49 × 49 ഡിവൈഡഡ് ബൈ 2 × 9.8. G 9.8 എടുക്കാൻ ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 49 പകരം നമ്മൾ 50 ആണ് വെച്ചിരുന്നതെങ്കിൽ 50 × 50 ഡിവൈഡഡ് ബൈ Gക്ക് 10 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 50 × 50 50 × 5 250 ഡിവൈഡഡ് ബൈ 2 125 എന്ന ആൻസർ കിട്ടിയാനെ. പക്ഷേ ഇവിടെ വാല്യൂസ് ശകലം കുറവുണ്ട്.
മേലെ ഓരോ യൂണിറ്റ് വീതവും താഴെ 0.2 എന്നുള്ള സംഖ്യ വീതം. അപ്പം 125ൻ്റെ ശകലം താഴെയുള്ള ആൻസർ ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് കിട്ടുക. ഏതാണ്? ഓപ്ഷൻ എ, 122.5 മീറ്റർ. 122.5 മീറ്റർ ഈസ് ദ ഹൈറ്റ്. ഓക്കെ, 122.5 മീറ്റർ. അടുത്ത ചോദ്യം, എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. വാട്ട് വിൽ ബി ദ സ്പീഡ് വിത്ത് വിച്ച് ദ ബോൾ വിൽ സ്ട്രൈക്ക് ദ ഡൗൺ? ഒരു വസ്തു ഹൈറ്റ് 10 മീറ്റർ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അയാളുടെ ഫൈനൽ വെലോസിറ്റി വി എന്തായിരിക്കും എന്നുള്ളതാണ്. വി. അപ്പോൾ വി കണ്ടുപിടിക്കാനായിട്ട് v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് u എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 0 പ്ലസ് 2 ഇൻറ്റു ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, -g ആണ്. അത് 10 എടുത്തോളാൻ പറയുന്നത്, -10. ഇവിടെ അയാൾ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആണ് അല്ലേ, 10 മീറ്റർ. ബിൽഡിങ് ഏതൊരു ഹൈറ്റ് എന്ന് പറയുന്നുണ്ട്, 10 മീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫൈനൽ വെലോസിറ്റി v² ഈസ് ഈക്വൽ ടു -200 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, -200 മീറ്റർ പെർ സെക്കൻഡ് v² ആണ്. അപ്പോൾ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക. കാര്യം നെഗറ്റീവ് എന്നുള്ള സൈൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ 200ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ √2 × 100. 100ൻ്റെ റൂട്ട് 10, 10√2 മീറ്റർ പെർ സെക്കൻഡ്. 10√2 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി. Then, starting from rest, a car attains a velocity of 10 meter per second in 20 seconds. റസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് കഴിഞ്ഞ് അയാൾ ഒരു വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നുണ്ട്. എത്ര ടൈമിൽ? 20 സെക്കൻഡിൽ. അപ്പോൾ അയാളുടെ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. എത്രയാണ്? 10 - 0/20. 10/20 1/2, 0.5 meter per second square. Okay. Braking reduces the velocity to 5 meter per second in next 5 seconds. What is the respective acceleration? ആദ്യം 10 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുടെ വെലോസിറ്റി പിന്നീട് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. 5 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 5 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 10 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? -5/5 -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ രണ്ട് ആക്സിലറേഷനും കണ്ടുപിടിക്കാനാണ്. ആദ്യത്തെ ആക്സിലറേഷൻ 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അടുത്ത ആക്സിലറേഷൻ എത്രയാണ്? -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. റെസ്പെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം. എന്താണ് വെലോസിറ്റി ഇൻറ്റു ടൈം? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്ത ചോദ്യം, ഇൻ എ റണ്ണിങ് റേസ് എ ബോയ് സ്റ്റാർട്ട്സ് ഫ്രം റസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് റീച്ചസ് 60 മീറ്റർ പെർ സെക്കൻഡിൻ്റെ വെലോസിറ്റി ഇൻ 5 മിനിറ്റ്. ഫൈനൽ വെലോസിറ്റി 60 മീറ്റർ പെർ സെക്കൻഡ്. എത്ര ടൈമിൽ? 5 മിനിറ്റ്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 × 60 300 സെക്കൻഡ്. ഇഫ് ആക്സിലറേഷൻ ഈസ് യൂണിഫോം, ദ ആക്സിലറേഷൻ ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഡ്യൂറിങ് പീരീഡ് ആർ ഡാഷ് ആൻഡ് ഡാഷ്. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. 60 - 0 ഡിവൈഡഡ് ബൈ 300. 60/300 എന്ന് പറയുമ്പോൾ 6/30, 1/5, 0.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അയാളുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 300 സെക്കൻഡ് കൊണ്ട് അയാൾ കവർ ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? S ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ at² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ റെസ്റ്റ് ആണ്, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ut എന്നുള്ള ടേം 0 ആയി പോകും. S ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു a എത്രയാണ്? a നമ്മൾ കണ്ടുപിടിച്ചു 0.2 ആണ് അല്ലേ. a 0.2 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. t² എന്ന് പറയുമ്പോൾ 300 ഗുണിക്കണം 300 ആണ് അവിടെയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ 0.1 ഗുണം 300 ഇൻറ്റു
300. 0.1 എന്ന് പറയുമ്പോൾ ഒരു 0 ക്യാൻസൽ ചെയ്യാം. 300 ഇൻറ്റു 30 എന്ന് വരും. 300 ഇൻറ്റു 30 9000 മീറ്റർ. അപ്പോൾ ആക്സിലറേഷൻ 0.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡിസ്റ്റൻസ് 9000 മീറ്റർ. 9000 മീറ്റർ എന്ന് പറയുമ്പോൾ 9 കിലോമീറ്റർ ആണ് അല്ലേ? 9 കിലോമീറ്റർ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം വെലോസിറ്റി? യൂണിഫോം വെലോസിറ്റി ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ, വെലോസിറ്റി മാറുന്നില്ല എങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. സ്ലോപ്പ് 0 ഇങ്ങനെയുള്ള ഗ്രാഫ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. സ്ലോപ്പ് 0 ആണ്, ആക്സിലറേഷൻ 0 ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് സെയിം വെലോസിറ്റി, ടൈം അനുസരിച്ച് വെലോസിറ്റി മാറുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഈക്വൽ ടു 0. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ആണ്. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എൻ അത്ലറ്റ് റൺസ് ഓൺ എ സർക്കുലർ ട്രാക്ക് വിത്ത് ഡയമീറ്റർ. ഒരു സർക്കുലർ ട്രാക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട് 300 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? അതിൻ്റെ പകുതിയായി 150 മീറ്റർ. ഒരു കംപ്ലീറ്റ് റൗണ്ട് എടുക്കാൻ എയിൽ നിന്ന് തുടങ്ങി എയിലേക്ക് എത്താനായിട്ട് അയാൾ 50 സെക്കൻഡ് സമയമെടുക്കുന്നുണ്ട്. അപ്പോൾ എയിൽ നിന്ന് തുടങ്ങി എയിലേക്ക് എത്താനായിട്ട് കംപ്ലീറ്റ് റൗണ്ട് എടുക്കാനായിട്ട് അയാൾ എത്ര ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ട്? ആ വൃത്തത്തിൻ്റെ പെരിമീറ്റർ ആയിരിക്കും, ചുറ്റളവായിരിക്കും ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എത്ര കിട്ടി നമുക്ക്? 2πr. റേഡിയസ് നമുക്കറിയാം എത്രയാണ്? 150 മീറ്റർ ആണ്. 2 ഇൻറ്റു പൈ ഇൻറ്റു 150 മീറ്റർ എന്നുള്ളതാണ് അവിടെയുള്ള ഒരു റൗണ്ടിനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടൈം 50 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഒരു ഘട്ടത്തിലെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. 2 ഇൻറ്റു പൈ ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. എത്ര ആൻസർ? 3π എന്ന് കിട്ടും. 3 ഇൻറ്റു 2π എത്രയാണ്? 6π എന്ന് കിട്ടും അല്ലേ? 6π ആണ് അവിടെയുള്ള 6π മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടെയുള്ള സ്പീഡ്. ഈ സ്പീഡ് വെച്ച് അയാൾ 2 മിനിറ്റ് 30 സെക്കൻഡോളം ഓടുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ ടൈം എത്രയാണ്? 2 മിനിറ്റ് 30 സെക്കൻഡ്. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 60 120 സെക്കൻഡാണ്. പ്ലസ് ഒരു 30 സെക്കൻഡ് കൂടിയുണ്ട്. അപ്പോൾ ടോട്ടൽ 150 സെക്കൻഡ് അയാൾ ഓടുന്നുണ്ട്. 150 സെക്കൻഡ് ഓടുന്നുണ്ടെങ്കിൽ അയാൾ കവർ ചെയ്യുന്ന ടോട്ടൽ സ്പീഡ് എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട് 6π മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? സ്പീഡ് ഇൻറ്റു ടൈം. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, 6π ഇൻറ്റു 150. 6π ഇൻറ്റു 150. പൈയുടെ മൂല്യം എന്ന് പറയുമ്പോൾ 3.14 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ വാല്യൂ ഡിസ്റ്റൻസ് ഈക്വൽ ടു 6 ഇൻറ്റു പൈ ഇൻറ്റു 150. പൈയുടെ മൂല്യം വേണമെങ്കിൽ 22/7 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 7 2s are 40. ഇപ്പോൾ 20ൻ്റെ അടുത്ത് ഈ ഒരു സംഖ്യ വന്നു കഴിഞ്ഞാൽ ഇവിടെ 120 എന്ന് കിട്ടും. 120 ഇൻറ്റു 22 എന്നാണ്. 120 ഇൻറ്റു 22. 120 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ തന്നെ 2400 അവിടെ വന്നു. അതിനേക്കാളും കൂടിയൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2400-നേക്കാൾ കൂടിയൊരു വാല്യൂ 2826. അപ്രോക്സിമേറ്റ്ലി നമ്മൾ കണ്ടുപിടിച്ചാണ് 2826 മീറ്ററാണ് അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എൻ ഒബ്ജക്റ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 78.4. h ഈസ് ഈക്വൽ ടു 78.4. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്? ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ടൈം നേരിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ½ GT² ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. കാര്യം ഇനീഷ്യൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക, ½ GT². അപ്പോൾ h സമം 78.4 ഇൻറ്റു ½ ഇൻറ്റു ജിയുടെ വാല്യൂ എന്താ? 9.8 ഇൻറ്റു T² എന്ന് പറയുമ്പോൾ T² ആണ് കണ്ടുപിടിക്കേണ്ടത്. 9.8ൻ്റെ ഏകദേശം 8 ഇരട്ടിയാണ് 78.4 എന്ന് പറയുന്നത്. അപ്പോൾ 8 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 16 വരും. 16 സമം T².
ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. ടി എന്ന് പറയുന്നത് എത്രയാണ്? 4 സെക്കൻഡാണ് നമ്മുടെ ഉത്തരം. എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിലൂടെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കീ ഫീച്ചർ ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ കീ ഫീച്ചർ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി? യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഓക്കെ, സോ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. മോഷനിൽ നമുക്ക് പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒന്ന് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, 2 എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, 3 വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ 3 ഇക്വേഷൻ വെച്ചിട്ടാണ് ഇതിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കൺസെപ്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗ്രൂപ്പ് ഡിയിൽ വന്നിട്ടുള്ള. ഓക്കെ, അടുത്തൊരു സെഷനുമായിട്ട്, അടുത്ത PYQസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.